ഹായ് ഫ്രണ്ട്സ്, ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ എത്ര പേരാണ് UAE അലൈനിലുള്ള ജബൽ ഹഫീത്തിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ളത്? ഇപ്പം പോയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ജബൽ ഹഫീത്തിലെ ഏറ്റവും വലിയ അട്രാക്ഷന് താഴെ ഭാഗങ്ങളിൽ കാണുന്ന ഒരുപാട് നല്ല കാഴ്ചകളാണ്. അപ്പം അതിൽപ്പെട്ട ഒരു നല്ലൊരു കാഴ്ചയാണ് നമ്മൾ സ്ഥിരം കാണുന്ന ഈ ഒരു പച്ച പൊതിച്ച് കിടക്കുന്ന സ്ഥലം. അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ എത്ര ആളുകളാണ് ഈ ഒരു സ്ഥലത്തേക്ക് നേരിട്ട് പോയിട്ടുള്ളത്? മലൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച കണ്ട് ആസ്വദിക്കുക എന്നല്ലാണ്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുള്ള എത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അതാണ് എൻ്റെ ഒരു ചോദ്യം. എനിവേ, ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഒരു പാർക്കിലേക്ക് തന്നെയാണ്. ഗ്രീൻ മുബസറ എന്നറിയപ്പെടുന്ന ഈ ഒരു പാർക്കിൽ ഒരുപാട് നല്ല അട്രാക്ഷൻസ് ആണുള്ളത്. അതിൽ മെയിനായിട്ടുള്ള എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മനോഹരമായിട്ടുള്ള ഒരു കനാൽ നമുക്ക് ഇതിനകത്ത് കാണാം. കൂടാതെ ഏതൊരു കാലാവസ്ഥയിലും ചൂടുവെള്ളം വരുന്ന നല്ല അരുവികളും, അതിനു പുറമെ 20 ദിറംസ് കൊടുത്താൽ രാവിലെ മുതൽ രാത്രി വരെ നീന്തി കുളിക്കാൻ പറ്റുന്ന നല്ല സ്വിമ്മിംഗ് പൂളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതിനൊക്കെ പുറമെ ചെറിയ ചെറിയ കുട്ടികൾക്ക് കളിക്കാവുന്ന ഒരുപാട് നല്ല പാർക്കുകളും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് പോയി കാണാം. സോ യു പീപ്പിൾ, ആർ യു റെഡി? ലെറ്റ്സ് ഗോ. ജബൽ ഹഫീത്ത് മല കയറുന്നതിന് മുമ്പുള്ള റൗണ്ട് ഓബോട്ടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ റൗണ്ട് ഓബോട്ടത്തിന് മുമ്പ് നിങ്ങൾക്കൊരു ഇതുപോലത്തെ ഒരു ബോർഡ് കാണാൻ പറ്റും. ഈ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ജബൽ ഹഫീത്ത്, അതുപോലെ പ്രൈവറ്റ് ആക്സസ് എന്നുള്ളത്. ഈ പ്രൈവറ്റ് ആക്സസിനുള്ള ഈ റൗണ്ട് ഓബോട്ടിന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രീൻ മുബസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക. ഒരു ഒട്ടുമിക്ക ആളുകളും ഈ ഒരു പ്രൈവറ്റ് ആക്സസ് എന്നുള്ള ബോർഡ് കണ്ടിട്ട് അങ്ങോട്ട് പോവാതെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഈ റൗണ്ട് അബൌട്ട് നിന്ന് ലെഫ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ജബൽ ഹഫീത്തിലേക്കും, സ്ട്രെയിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ മുബസറയിലേക്കുമാണ് എത്തുക. അലൈൻ ടൗണിൽ നിന്ന് ബസ്സിലാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. അപ്പം സ്വന്തമായിട്ട് വണ്ടിയുള്ള ആളുകൾ മാക്സിമം വണ്ടിയിൽ വരാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഗ്രീൻ മുബസറിയിലേക്ക് ടൗണിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റും. പ്രകൃതിയെ എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് ഈ ഒരു പാർക്ക്. കാരണം വെറും ഒരു ഡെസേർട്ടായിരുന്ന ഈ ഒരു സ്ഥലം ഇത്രത്തോളം മനോഹരമാക്കി തീർത്ത ഈ UAE ഗവൺമെൻറ് അതിനൊരു നല്ലൊരു മാതൃക തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് സ്വിമ്മിംഗ് പൂൾ. ജെൻസിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ സ്വിമ്മിംഗ് പൂളും ഇവിടെ ഗ്രീൻ മുബസറിൻ്റെ അകത്തുണ്ട്. വെറും 20 ദിറംസാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ചാർജ്. അതിൽ 20 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് നീന്തി കളിക്കാൻ പറ്റുന്നതാണ്.
അലയിലെ ഗ്രീൻ മുബസറയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നീ കാണുന്നത്. ഈ ഒരു വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊരു സമയത്തും ചൂട് ഉള്ള ക്ലൈമറ്റ് ആയാലും തണുത്ത ക്ലൈമറ്റ് ആണെങ്കിലും എല്ലാ സമയത്തും ഇവിടുത്തെ വെള്ളത്തിൽ നല്ല ചൂടാണ് ഇവിടെ ഉണ്ടാവുക. 20 ദിറംസ് കൊടുത്താൽ റൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മിനി ട്രെയിൻ ഇവിടെ പാർക്കിലുണ്ട്. സോ ഇതെന്തായാലും മിസ് ചെയ്യരുത്, അടിപൊളി സംഭവമാണ് ഈ ഒരു റൈഡ്. ഗ്രില്ല് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളെ മെഷീൻസ് ഒന്ന് കൊണ്ടുവരണ്ട, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഈ പാർക്കിൽ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഇതാണ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറയേണ്ടിരുന്ന ആ ഒരു ഡാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ബാക്കിലായിട്ട് കാണുന്നതാണ് ജബൽ ഹഫീത്ത്. അപ്പം ജബൽ ഹഫീത്തിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഡാമിലെ കാഴ്ച ഒരു പക്ഷേ വീഡിയോനേക്കാളും നേരിൽ കാണുമ്പോഴാണ് അത്രയും ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുക. മുബസറയിലെ കാഴ്ചകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. മറ്റു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ ആൻഡ് ബൈ.